हम चक्रव्यूह तोड़ने का काम करते हैं। मनरेगा, हरी क्रांति, आजादी, कॉन्स्टिट्यूशन, ये चक्रव्यूह को तोड़ने के काम है। വീണ്ടും രാഹുൽ ഗാന്ധിയുടെ ഒരു വൈറൽ പ്രസംഗം കൂടെ ഉണ്ടായിരിക്കുന്നു. എന്റെ പ്രസംഗം ഉള്ളപ്പോൾ പ്രധാനമന്ത്രി ഇനി സഭയിൽ വരില്ല, ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ സംസാരിച്ച്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. രാഹുൽ ഗാന്ധി എത്ര പവർഫുൾ ആയിട്ടാണ് പാർലമെന്റിൽ രാഷ്ട്രീയം പറയുന്നത്. രാഹുൽ സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തിന് മുഴുവൻ BP കൂടുകയാണ്, ഇരിക്കപ്പുറതി ഇല്ലാതാവുകയാണ്. നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏകാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ ബജറ്റ് 2024 ചർച്ചയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. രാഹുലിന്റെ പ്രസംഗം ചിന്തിക്കാനും ചിരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമാണ്. എല്ലാവരും കേൾക്കുക, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. സ്പീക്കർ സാർ, എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമുണ്ടെന്ന്. ഇന്നത് എല്ലായിടത്തേക്കും പടർന്നിരിക്കുന്നു. ഭരണപക്ഷത്ത് നോക്കിയിട്ട് പറയാണ്, എന്റെ സുഹൃത്തുക്കൾ ചിരിക്കുന്നുണ്ട്, പക്ഷെ അവരും ഭയചകിതരാണ്. സർ, BJPയിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രി സ്ഥാനം സ്വപ്നം കാണാൻ സാധിക്കൂ. പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി ആകണമെന്ന് തീരുമാനിച്ചാൽ അത് പ്രശ്നമാണ്. ഭയമാണ് കാരണം. ഈ ഭയം എല്ലായിടത്തുമുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഈ ഭയം ഇത്രയും ആഴത്തിൽ രാജ്യത്ത് പടരുന്നത്? എന്തുകൊണ്ടാണ് BJPയിലുള്ളവരും ഭയക്കുന്നത്? ഇന്ത്യയിലെ മന്ത്രിമാരും കർഷകരും തൊഴിലാളികളും യുവാക്കളും ഒക്കെ ഭയത്തിലാണ്. ഞാൻ കുറേയധികം ചിന്തിച്ചു. അതിനിന്നൊരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ അഭിമന്യു എന്ന യുവാവിനെ 6 പേർ ചേർന്ന് ചക്രവ്യൂഹത്തിൽപ്പെടുത്തി കൊന്നുകളഞ്ഞു. സർ, ചക്രവ്യൂഹത്തിൽ ഭയമുണ്ടാകും, ഹിംസയുണ്ടാകും. അതിനാലാണ് 6 പേർ ചേർന്ന് അഭിമന്യുവിനെ ട്രാപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞത്. ഈ ചക്രവ്യൂഹത്തെ കുറിച്ച് ഞാൻ അല്പം ഗവേഷണമൊക്കെ നടത്തി നോക്കി. അപ്പൊ മനസ്സിലായത് ചക്രവ്യൂഹത്തിന് മറ്റൊരു പേര് കൂടിയുണ്ടെന്നാണ്. പത്മവ്യൂഹം, അതായത് താമരപ്പൂ പോലെ ഇരിക്കും. സർ, 21ാം നൂറ്റാണ്ടിൽ പുതിയൊരു ചക്രവ്യൂഹം തയ്യാറായിരിക്കുകയാണ് സ്പീക്കർ സാർ. അതും താമരയുടെ ആകൃതിയിലാണ്. അതിന്റെ ചിഹ്നമാണ് പ്രധാനമന്ത്രി എന്നും നെഞ്ചിൽ കുത്തി നടക്കുന്നത്. സർ, അന്ന് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയതുപോലെയാണ് ഇന്നവർ ഇന്ത്യയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ യുവാക്കളോട്, കർഷകരോട്, അമ്മ പെങ്ങന്മാരോട്, ഇവിടുത്തെ ചെറുകിട ബിസിനസ്സുകാരോടൊക്കെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, അഭിമന്യുവിനെ 6 പേർ ചേർന്നാണ് കൊന്നത്. ദ്രോണാചാര്യർ, കർണൻ, കൃപാചാര്യർ, അശ്വത്ഥാത്മ, ശകുനി എന്നിവരാണവർ. സർ, ഇന്നും ചക്രവ്യൂഹത്തിന്റെ നടുവിൽ 6 പേരാണ്. ചക്രവ്യൂഹത്തിൽ ആയിരക്കണക്കിന് പേരുണ്ടാവും, പക്ഷെ അതിന്റെ കേന്ദ്രത്തിൽ 6 പേരാണ് അത് നിന്ന് നിയന്ത്രിക്കുന്നത്. അന്ന് 6 പേർ നിയന്ത്രിച്ചതുപോലെ ഇന്നും 6 പേരാണ് നിയന്ത്രിക്കുന്നത്. നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ, അദാനി, അംബാനി എന്നിവർ ചേർന്നാണ് ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത്. അദാനി എന്ന് രാഹുൽ ഗാന്ധി എപ്പോഴൊക്കെ സഭയിൽ പറഞ്ഞിട്ടുണ്ടോ, പിന്നെ കോളിളക്കാണ്, അവിടെ ബഹളാണ്, ഇരിക്കപ്പെടുത്തിയില്ല. സ്പീക്കർ ഇടപെടുന്നു, മാന്യ MP നിങ്ങളൊരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുകയാണ്, ഇവിടെ ഇല്ലാത്ത വ്യക്തിയെ പേരെടുത്ത് പറയില്ലെന്ന് നിങ്ങൾ എഴുതി തന്നില്ലേ, നിങ്ങളത് പാലിക്കില്ലേ? ഞാൻ ഈ സദസ്സിലെ പ്രതിപക്ഷ നേതാവിനെ ഇത്ര അപേക്ഷിക്കുകയാണ്. സർ, നിങ്ങൾ സദസ്സിന്റെ മര്യാദകൾ പാലിക്കണം. നിങ്ങൾ അനുസരിച്ചാലില്ലേ ഞാൻ പറയും. ഇത് ഓം ബിർള കരയാണോ, പറയാണോ, പേടിപ്പിക്കുകയാണോ? പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ. രാഹുൽ പ്രസംഗം തുടരുന്നു. സർ, താങ്കൾ പറയുന്ന പക്ഷെ അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ പേരുകൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റാം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പാർലമെന്റിലെ നിയമമാണ് ഞാൻ പറയുന്നതെന്ന് സ്പീക്കർ തിരിച്ചു പറയുന്നു. അപ്പൊ രാഹുൽ പറയാണ്, എന്നാ ഞാൻ ഓക്കെ, അജിത് ഡോവലിന്റെ അംബാനി അദാനിയെ പറ്റില്ല, എന്നാ ഞാൻ ബാക്കി 3 പേരുടെ പേരുകൾ പറയുന്നുണ്ട്. പ്രസംഗം തുടരുന്നു. 3 പേരുടെ പേരുകൾ ഞാൻ ഉപയോഗിക്കും. 3 ഘടകങ്ങളാണ് ഈ ചക്രവ്യൂഹത്തെ നയിക്കുന്നത്. 1-2 വ്യക്തികളിൽ മാത്രം രാജ്യത്തെ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നു എന്നതാണ്. രണ്ടാമത്തേത് രാജ്യത്തെ ഏജൻസികളും സ്ഥാപനങ്ങളും, ED, ആദായ വകുപ്പ് എന്നിവയൊക്കെയാണ് ചക്രവ്യൂഹത്തിന്റെ ഹൃദയഭാഗത്തുള്ളത്. 3-ാമത്തേത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. അവർ ഈ രാജ്യത്തെ തകരിപ്പണമാക്കിയിരിക്കുകയാണ്. എന്റെ പ്രതീക്ഷ ഈ ബജറ്റ് ചക്രവ്യൂഹത്തിന്റെ അധികാരത്തെ അതിശക്തമാക്കുമെന്നായിരുന്നു. അത് രാജ്യത്തെ കർഷകനോ തൊഴിലാളിക്കോ ചെറുകിട വ്യാപാരിക്കോ ചെറുപ്പക്കാർക്കോ ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെടുന്ന ബജറ്റാണോ എന്നാണ് ഞാൻ നോക്കിയത്. എന്നാൽ ഇത് പൂർണ്ണമായും വലിയ കുത്തക വ്യാപാരികളെ സഹായിക്കുന്നു. ഇതൊരു പൊളിറ്റിക്കൽ മൊണോപ്പൊളി സൃഷ്ടിക്കുന്നു. അതാണെങ്കിൽ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയെ തകർക്കുന്ന ഒന്നാണ്. കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തെ ഏജൻസികളെ ശക്തമായി മാറ്റുന്ന ബജറ്റാണിത്. ഈ ചക്രവ്യൂഹം ആദ്യം തന്നെ തകർത്തത് ഇവിടുത്തെ ചെറുകിട മീഡിയം ബിസിനസ്സുകളെയാണ്. അത് ചെയ്തത് നോട്ട് നിരോധനത്തിലൂടെയും GSTയിലൂടെയും ടാക്സ് ഭീകരതയിലൂടെയുമാണ്. നിങ്ങൾ ഭീകരവാദത്തെക്കുറിച്ച് പറയാറുണ്ട്.
പക്ഷെ ഇവിടെ ഏതെങ്കിലും ഒരാൾ ചെറിയൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അയാൾക്ക് രാത്രി ആദായ വകുപ്പിൽ നിന്നും GSTയിൽ നിന്നുമൊക്കെ ഫോൺ കോൾ വരും. അദ്ദേഹം ടാക്സ് ടെററിസത്തിന് ഇരയാകും. ഈ ടാക്സ് ടെററിസം ഇല്ലാതെയാക്കാൻ ഈ ബജറ്റിൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ കോവിഡ് കാലത്ത് നിങ്ങൾ ചെറുകിട വ്യാപാരികളെ തഴഞ്ഞ് വൻകിട ബിസിനസ്സുകാരെ സഹായിച്ചതുകൊണ്ട് ഇന്ന് രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. ഇവിടെ സഭയിൽ ധനമന്ത്രിയുണ്ട്. അവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യുവാക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? ബജറ്റിൽ യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് നൽകുന്ന കാര്യം പറഞ്ഞു. ഈ ഇന്റേൺഷിപ്പ് ഇന്ത്യയിലെ 500 വൻകിട സ്ഥാപനങ്ങളിലായിരിക്കും നടക്കുക എന്ന് നിങ്ങൾ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ 99% യുവാക്കൾക്കും ഈ ഇന്റേൺഷിപ്പ് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് നിങ്ങൾ ആദ്യം കാല് തല്ലിയൊടിച്ച് അതിന്റെ മേലൊരു ബാൻഡേഡ് ഇടാൻ നോക്കുകയാണെന്നർത്ഥം. യുവാക്കളുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്താണ്? അത് പേപ്പർ ലീക്കാണ്. അവർ എവിടെ പോയാലും തൊഴിലില്ലായ്മ അല്ലെങ്കിൽ പേപ്പർ ലീക്ക്. യുവാക്കൾ ഈ 2 ചക്രവ്യൂഹത്തിലും പെട്ടിരിക്കുകയാണ്. 10 വർഷത്തിനിടയിൽ 70 തവണയാണ് ഇവിടെ പേപ്പർ ലീക്കായത്. പേപ്പർ ലീക്കിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, 20 വർഷത്തിനിടെ വിദ്യാഭ്യാസത്തിന് നൽകിയ തുക വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു, 2.5%. യുവാക്കളെ അഗ്നിവീരന്മാരാക്കിയെങ്കിലും അവർക്ക് വേണ്ടി 1 രൂപ പോലും പെൻഷനായി ഈ ബജറ്റിൽ പറഞ്ഞില്ല. നിങ്ങൾ സ്വയം ദേശഭക്തിയാണെന്ന് പറയുമ്പോഴും ജവാന്മാരുടെയും അഗ്നിവീറുകളുടെയും കാര്യം വരുമ്പോൾ നിങ്ങളുടെ പക്കൽ 1 രൂപ പോലും പെൻഷൻ നൽകാനില്ല. അപ്പോൾ അവരെയും നിങ്ങൾ അഗ്നിവീർ ചക്രവ്യൂഹത്തിൽപ്പെടുത്തി. അന്നദാതാക്കളായ കർഷകരുടെ കാര്യം എടുത്തു നോക്കൂ. നിങ്ങളുണ്ടാക്കിയ ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നിങ്ങളുടെ 3 കരി നിയമങ്ങളിൽ നിന്ന് കരകയറാൻ അവരൊരാവശ്യം മാത്രമേ മുന്നോട്ട് വെച്ചുള്ളൂ. അവർക്ക് ലീഗൽ ഗ്യാരണ്ടീഡ് MSP നൽകണമെന്നതായിരുന്നു. എന്നാൽ നിങ്ങൾ അവരെ അതിർത്തിയിൽ തന്നെ നിർത്തി. ഇന്നും അതിർത്തി അടഞ്ഞു കിടക്കുകയാണ്. ഇതുവരെയും നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടില്ല. അവരിവിടെ വന്നപ്പോൾ എന്നെ കാണാൻ അവരെ നിങ്ങൾ അനുവദിച്ചില്ല എന്ന് പറയുന്നു. അത്രയും പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ബഹളമാണ്. സ്പീക്കർ ഇടപെടുന്നു. MP നിങ്ങൾ സഭയിൽ അസത്യം പറയരുതെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞെന്നായി. പ്രതിപക്ഷം ബഹളം വെക്കുന്നു. രാഹുൽ ഗാന്ധി അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നു. സ്പീക്കറോട് പറയുന്നു, ഞാൻ ഫാക്സ് പറയാം, താങ്കൾ എന്നെ തിരുത്തണം. തുടർന്ന് രാഹുൽ വീണ്ടും ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാണ്. സർ, എന്നെ കാണാൻ കർഷകരുടെ പ്രതിനിധി സംഘം വന്നിരുന്നു. എന്നാൽ അവരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചില്ല. അതേസമയം ഞാൻ അവരെ കാണാൻ പുറത്തു പോയപ്പോൾ കർഷകരെ ഉള്ളിലേക്ക് വിളിപ്പിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും എന്തോ ആശയക്കുഴപ്പം പറ്റിയതാകാമെന്നും രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞു. അതായത് ഞാൻ അവരെ കാണാൻ പുറത്തു പോയപ്പോൾ പാർലമെന്റിന്റെ വാതിലുകൾ അവർക്കായി തുറന്നു, അത് മുമ്പ് അടച്ചിരുന്നു. അപ്പോഴേക്കും സ്പീക്കർ വീണ്ടും ഇടപെട്ട് പറയാണ്, താങ്കൾ ആ വിഷയം എടുത്തിട്ടത് കൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ സഭയുടെ നടപടികളെ ചോദ്യം ചെയ്യരുത്. ആര് വരണം ആര് വരണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് സഭാ അധ്യക്ഷനാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അവരെ കണ്ടു, സഭയ്ക്കുള്ളിൽ വെച്ച് കണ്ടു. അത് സഭയുടെ മര്യാദയുടെ ലംഘനമാണ്. സഭാ അംഗങ്ങളല്ലാതെ ആരും സദസ്സിലിരിക്കാൻ പാടില്ലെന്ന് പറയുന്നു. അപ്പൊ രാഹുൽ പറയേണ്ടത് ഇതൊരു സാങ്കേതികത്വം മാത്രമാണ്, തനിക്ക് ഈ കാര്യമൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ വീണ്ടും സംസാരിക്കുന്നു. ഭരണകക്ഷിക്ക് ബജറ്റിൽ ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ ലീഗൽ ഗ്യാരണ്ടീഡ് MSP തങ്ങൾ ഈ സഭയിൽ പാസ്സാക്കി കാണിച്ചു തരാമെന്ന് ഞങ്ങൾ ഈ രാജ്യത്തെ കർഷകരോട് പറയുകയാണ്. മിഡിൽ ക്ലാസ് ജനത പ്രധാനമന്ത്രിക്ക് വേണ്ടി പാത്രം കൊട്ടിയവരാണ്. മൊബൈൽ ഫോൺ കത്തിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ അത് ചെയ്ത് കാണിച്ചവരാണ്. ഈ ബജറ്റിൽ അതേ മധ്യവർഗത്തിന്റെ മുതുകിലൊരു കുത്തും നെഞ്ചിലൊരു കുത്തും നിങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇൻഡെക്സേഷൻ എടുത്തു കളഞ്ഞത് മുതുകിലെ കുത്ത്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് നെഞ്ചിലെ കുത്താണ്. നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും മിഡിൽ ക്ലാസ് നിങ്ങളെ വിട്ട് ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ പോവുകയാണ്. കാരണം നിങ്ങളൊരു അവസരം കിട്ടിയാൽ ചക്രവ്യൂഹങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഞങ്ങൾ ചക്രവ്യൂഹം തകർക്കുന്നവരാണ്. നിങ്ങൾ ചക്രവ്യൂഹം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളത് തകർത്തു മുന്നേറും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഇങ്ങനെ ചെറിയ ചെറിയ വിഭാഗങ്ങളായി ഇരിക്കണമെന്നാണോ? ഇന്ത്യയിലെ ദരിദ്രർക്ക് സ്വപ്നം കാണാൻ അർഹതയില്ലേ? അംബാനിക്കും അദാനിക്കും മാത്രമേ. രാഹുൽ ഇത്ര പറയുമ്പോഴേക്കും വീണ്ടും ഭയങ്കര ബഹളമാണ്. സ്പീക്കർ ഇടപെടുന്നു. കുറെ നേരം ബഹളം നടക്കുന്നു. അപ്പൊ രാഹുൽ പറയാ, ഓക്കെ എന്നാ ഞാൻ പിന്നെ അംബാനി അദാനി എന്ന് പറയാതെ 3, 4 എന്ന് വിളിച്ചാൽ ഭയങ്കര പരിഹാസമാണ് കേട്ടോ. രാഹുൽ ഗാന്ധി ശരിക്കും ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ കാര്യം പറഞ്ഞാലോ ചിരിക്കൊന്നും ചെയ്യാതെ നിന്നിട്ട് ഇങ്ങനത്തെ ഡയലോഗൊക്കെ അടിക്കും. അംബാനി അദാനിക്ക് പറയാം 3, 4 എന്ന് പറയട്ടെ എന്ന്. അപ്പോഴേക്കും സ്പീക്കർക്ക് പിന്നെയും ദേഷ്യം വരുന്നു. നിങ്ങൾ പ്രതിപക്ഷ നേതാവാണെന്നും സഭയും ഡെക്കോറം സൂക്ഷിക്കേണ്ടത് താങ്കളാണെന്നൊക്കെ ഓർമ്മിപ്പിക്കും. സഭ വീണ്ടും പ്രക്ഷുബ്ധമായി. സ്പീക്കർ രാഹുലിനോട് നിയമപ്രക്രിയ പാലിക്കാൻ ആവശ്യപ്പെടുന്നു, ഉപദേശിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. രാഹുൽ വീണ്ടും പ്രസംഗം തുടരുന്നു. ഇന്ത്യയുടെ എല്ലാ സമ്പത്തും അവരുടെ കൈകളിലാണുള്ളത്. അവരെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. അവരെക്കുറിച്ച് ഒന്നും പറയരുത് എന്നാണെങ്കിൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പേര് പറയാതിരിക്കാനാണെങ്കിൽ വേറൊരു സംവിധാനം പറയൂ സ്പീക്കർ സാർ. അതോടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു എഴുന്നേറ്റ് നിന്ന് വീണ്ടും ബഹളം വയ്ക്കുന്നു, പ്രതിരോധിക്കുന്നു. നിങ്ങൾ സഭയുടെ നിയമങ്ങൾ പാലിക്കുന്നില്ല. സ്പീക്കറെ വെല്ലുവിളിക്കുന്നു. ഈ സഭയിലെ അംഗമായിരിക്കും ഇവിടുത്തെ നിയമങ്ങൾ അറിയേണ്ടത്. പ്രതിപക്ഷ നേതാവായിട്ടും സഭയെ നിയമങ്ങളെക്കുറിച്ച് പറയാത്ത കഷ്ടമാണ്. നിങ്ങളൊക്കെ ഇവിടെ നിയമം പാലിച്ചാണ് ഇരിക്കുന്നത്. സ്പീക്കറെ വെല്ലുവിളിച്ച് സഭയുടെ അന്തസ്സിനെ താഴെ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് റിജിജു ബ്ലാ 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 എന്നിങ്ങനെ പറയാം. അപ്പൊ രാഹുൽ സ്പീക്കറോട് പറയുന്നത്, മന്ത്രിക്ക് അദാനിയെയും അംബാനിയെയും രക്ഷിക്കേണ്ടതുണ്ട്. അതെനിക്ക് മനസ്സിലാകുന്നു പറഞ്ഞു. ഭയങ്കര പരിഹാസം. മന്ത്രി ഇത്രയും ബഹളം വെക്കുന്ന അദാനി അംബാനി വിഷയമാണെന്ന് പറയുന്നു. വീണ്ടും സഭ പ്രക്ഷുബ്ധമാകുന്നു. രാഹുലും റിജുവും ഭയങ്കര വാക്തർക്കം നടക്കുന്നു. ചുരുക്കി പറഞ്ഞ സഭയിൽ രാഹുൽ ഒരുപാട് പ്രാവശ്യം അദാനിയുടെ അംബാനിയുടെ പേര് പറഞ്ഞു. ഇത്രയും ബഹളം നടക്കുമ്പോഴേക്കും 34 മിനിറ്റായി. 50 മിനിറ്റാണ് ഏകദേശം ആ വീഡിയോ.
രാഹുലിന്റെ പ്രസംഗവും പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇത്രയും ബഹളം കഴിഞ്ഞപ്പോൾ തന്നെ 34 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ രാഹുൽ തുടർന്ന് സംസാരിക്കുന്നു. സ്പീക്കർ സാർ, രാജ്യത്തെ ഏകദേശം 73% ദളിത്, ആദിവാസി, പിന്നോക്ക വിഭാഗക്കാരാണ്. ഇന്ത്യയുടെ പ്രധാന ശക്തിയാണവർ. വാസ്തവം പറഞ്ഞാൽ ഇവർക്ക് എവിടെയും ഇടം ലഭിക്കാറില്ല. ബിസിനസ്സിൽ, കോർപ്പറേറ്റ് ഇന്ത്യയിൽ, സർക്കാരിൽ ഒന്നും ലഭിക്കാറില്ലെന്ന് പറയുന്നു. അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു ഭാഗമാണല്ലോ ഇത്. രാഹുൽ ഗാന്ധി നിർമ്മല സീതാരാമൻ ഹൽവ കഴിക്കുന്ന ഫോട്ടോ ഉയർത്തി കാണിക്കുന്നതും ആ സമയത്ത് നിർമ്മലയുടെ മുഖം പൊത്തുന്നു, സ്പീക്കർ ഇടപെടുന്നതും, രാഹുൽ ഈ ചിത്രം ഉയർത്തി പറയുന്നത് നിർമ്മലയുടെ 20 അംഗ ടീമിൽ ദളിതരോ ആദിവാസികളോ ഇല്ലാത്തതിനെ കുറിച്ച് ആളുകളുടെ ശ്രദ്ധയിൽ പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ അപ്രധാനമായി പോകുമായിരുന്ന ഒരു ഭാഗം നിർമ്മല സീതാരാമൻ ഇങ്ങനെ മുഖമൊക്കെ പൊത്തിക്കൊണ്ട് ഭയങ്കര വൈറലായി, ആളുകളിലേക്ക് മുഴുവൻ എത്തി. രാഹുൽ ഫോട്ടോ ഉയർത്ത് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് വീഡിയോ കട്ട് ചെയ്യും. കാരണം പണ്ട് രാഹുൽ ശിവന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ച ഓർമ്മയില്ല. അപ്പോൾ രാഹുൽ ഈ നിർമ്മലയുടെ ഫോട്ടോ എടുത്ത് ഉയർത്തി കാണിക്കുമ്പോൾ തന്നെ ക്യാമറ സ്പീക്കറുടെ മുഖത്തേക്കായി. പിന്നെ നമ്മൾ കുറേ നേരം ഓംബർലയുടെ മുഖമാണ് കാണുന്നത്. വീഡിയോ ഓഫാക്കിന്നുകൊണ്ട് രാഹുൽ ബഹളം വെക്കുന്നു. സ്പീക്കർ ഇത് തെറ്റായ കീഴ്വഴക്കമാണ്, സഭയിൽ പോസ്റ്ററുകൾ കൊണ്ടുവരരുത്, കാണിക്കരുത്, നിങ്ങൾ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളാണ്, മര്യാദയല്ല എന്നുകൊണ്ട് രാഹുലിന് മര്യാദ പഠിപ്പിക്കുന്നു. രാഹുൽ ഏതാ മോൻ, ക്യാമറ തിരിച്ചു വന്ന ഉടനെ വീണ്ടും ഫോട്ടോ എടുത്ത് പൊക്കി കാണിച്ചു. എന്നിട്ട് രാഹുൽ പ്രസംഗിക്കുന്നു. സർ, ഫോട്ടോ ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഫോട്ടോ ബജറ്റിന്റെ ഹലുവ പങ്കുവെക്കുന്നതിന്റെയാണ്. സർ, ഈ ഫോട്ടോയിൽ ഒരു OBC ഓഫീസറെയോ ആദിവാസി ഓഫീസറെയോ ദളിത് ഓഫീസറെയോ കാണാനില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? രാജ്യത്തിന്റെ ഹലുവയാണ് ഇവർ പങ്കുവെക്കുന്നത്. സർ, അതിൽ 73% പങ്കാളിത്തം എവിടെയാണ് സർ? സർ, നിങ്ങൾ ഹലുവ കഴിക്കുന്നു, രാജ്യത്ത് ബാക്കിയുള്ളവർക്ക് ഹലുവ കിട്ടുന്നില്ല. സ്പീക്കർ സർ, 20 ഓഫീസേഴ്സ് ആണ് ബജറ്റ് തയ്യാറാക്കിയതെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. അവരുടെ പേരുകൾ എന്റെ പക്കലുണ്ട്. താങ്കൾ ആവശ്യപ്പെട്ടാൽ ഞാൻ ആ ലിസ്റ്റ് തരാം. 20 ഓഫീസർമാർ ചേർന്ന് ഇന്ത്യയുടെ ബജറ്റ് ഉണ്ടാക്കി. അതായത് 20 പേർ ചേർന്ന് ഇന്ത്യ എന്ന ഹലുവ പങ്കുവെച്ചെടുക്കുകയാണ്. ഈ ഫോട്ടോയിൽ ന്യൂനപക്ഷക്കാരോ OBCക്കാരോ ദളിതരോ ആദിവാസികളോ ഒന്നുമില്ല. കാരണം ഫോട്ടോയിലും അവർ വളരെ പുറകിലാണ്. ഫോട്ടോയിൽ അവരാരും വരില്ല സർ, വരാൻ സാധ്യതയില്ല സർ. ഞാൻ ആഗ്രഹിച്ചത് ഈ ബജറ്റിൽ ജാതി സെൻസസിനെ കുറിച്ച് ഒരു പരാമർശം ഉണ്ടാകുമെന്നാണ്. അതാണ് രാജ്യത്തെ 95% ആളുകളും ആഗ്രഹിച്ചത്. ആരാണ് അത് ആഗ്രഹിക്കാത്തത്? ദളിതൻ ആഗ്രഹിക്കുന്നുണ്ട്, ആദിവാസി ആഗ്രഹിക്കുന്നുണ്ട്, പിന്നോക്കക്കാർ, ജനറൽ വിഭാഗത്തിലെ ദരിദ്രർ, ന്യൂനപക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് തങ്ങളുടെ ബാധ്യതയും എത്രയാണ്, തങ്ങൾക്ക് കിട്ടാനുള്ളത് എത്രയാണ്, അവകാശപ്പെട്ടെന്ന് അറിയണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ കാണുമ്പോൾ അവർ ഹലുവ ഇങ്ങനെ പങ്കുവെച്ച് നടക്കാണ്. ആരാണ് ഈ ഹലുവ പങ്കുവയ്ക്കുന്നത്? ആ 2-3% ആളുകൾക്കാണ്. ആർക്കാണിത് കിട്ടുന്നത്? ആ 2-3% ആളുകൾക്കാണെന്ന് രാഹുൽ പറയുമ്പോൾ നിർമ്മല സീതാരാമൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. നിർമ്മല സീതാരാമനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര പുച്ഛവും പരിഹാസമൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. എല്ലാവരെയും പുച്ഛിക്കുക, പരിഹസിക്കുക, പിന്നെ അങ്ങനെ ഒരു തരം ഭയങ്കര ഒരു ബോഡി ലാംഗ്വേജ് ഉള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ രാഹുൽ നിർമ്മല സീതാരാമൻ ചിരിക്കുന്ന കാണുമ്പോൾ രാഹുൽ അതിനെ ചോദ്യം ചെയ്യാണ്. രാഹുൽ ഗാന്ധി പറയുന്നു, അതിശയം തന്നെയാണ്, താങ്കൾ പുഞ്ചിരിക്കുകയാണല്ലോ, പക്ഷെ ഇത് പുഞ്ചിരിക്കാനുള്ള കാര്യമല്ല സർ, ഇത് ജാതി സെൻസസ് ആണ്. അതുകൊണ്ട് രാജ്യത്തിന് നല്ല മാറ്റമുണ്ടാകും. ഈ ചക്രവ്യൂഹമുണ്ടാക്കി കാത്തിരിക്കുന്നവർക്ക് തോന്നുന്നുണ്ടാകും രാജ്യത്തെ പിന്നോക്ക യുവാക്കൾ അഭിമന്യുമാരാണെന്ന്. അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. നമ്മുടെ യുവാക്കൾ അർജുനന്മാരാണ്. നിങ്ങൾ ആ ചക്രവ്യൂഹം ഒന്ന് പൊട്ടിച്ചെറിയാൻ പോവുകയാണ്. അതിന്റെ ആദ്യ ചുവട് ഇന്ത്യ സഖ്യം എടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം ഞങ്ങൾ പറത്തിക്കളഞ്ഞു. കാരണം നിങ്ങളുടെ പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വരുന്നേയില്ല. ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറയാം, എന്റെ പ്രസംഗം കേൾക്കാൻ തീർച്ചയായും അദ്ദേഹം വരില്ല. ഞാൻ പ്രസംഗിക്കും രാഹുൽ ഗാന്ധി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, പ്രധാനമന്ത്രി സഭയിൽ വരില്ല എന്ന് പറയുന്നു. അപ്പോഴും സ്പീക്കർ വെറുതെ ഇടപെടുന്നത്. എന്തിനാണ് ഈ സ്പീക്കർ ഈ സമയത്തൊക്കെ ഇടപെടുന്നത്? സ്പീക്കർക്ക് മാത്രമേ. അപ്പൊ ഞാൻ എന്തപ്പോ തെറ്റു പറഞ്ഞെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. എന്നാ പിന്നെ ഓക്കെ സംസാരിച്ചോന്ന് സ്പീക്കർ പറയുന്നു. സർ, ഈ പത്മവ്യൂഹക്കാർക്ക്, അതായത് ഈ താമരഘടനയിലുള്ളവർക്ക് ഇന്ത്യയുടെ യഥാർത്ഥ സ്വഭാവം അറിയില്ല. ഹിംസയും വെറുപ്പും ഇന്ത്യയുടെ സ്വഭാവമല്ല, അത് വേറെ ലെവലാണ്. ചക്രവ്യൂഹം ഇന്ത്യയുടെ രീതിയല്ല. ഇനി ഇന്ത്യയുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാ മതത്തിലും ചക്രവ്യൂഹത്തിനെതിരെ ഒരു ഘടനയുണ്ടാകും. ഹിന്ദു മതത്തിൽ ചക്രവ്യൂഹത്തിന്റെ എതിരെന്താണെന്ന് അറിയുമോ ആർക്കെങ്കിലും? അത് ശിവന്റെ വിവാഹ ഘോഷയാത്രയാണ്. ശിവന്റെ വിവാഹ ഘോഷയാത്രയിൽ ആർക്കും വരാം, പാട്ട് പാടാം, നൃത്തം ചെയ്യാം, സ്വപ്നം കാണാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗുരുനാനാക്ക് പറഞ്ഞിട്ടുള്ളത് സേവനം ചെയ്യുന്നതിൽ നിന്ന് ആരെയും തടയാൻ പറ്റില്ല, ലങ്കറിൽ നിന്ന് ആരെയും തടയാൻ പറ്റില്ല, മസ്ജിദിലും ചർച്ചിലും ആർക്കും പോകാം. പക്ഷെ ഇവരുടെ ചക്രവ്യൂഹത്തിലാകെ 6 പേരേ ഉള്ളൂ. അപ്പൊ ഈ പോരാട്ടം ശിവന്റെ വിവാഹ ഘോഷയാത്രയും ചക്രവ്യൂഹവും തമ്മിലാണ്. ഞങ്ങൾ ചക്രവ്യൂഹം തകർക്കും, രാജ്യത്ത് സന്തോഷം കൊണ്ടുവരും, ഭയമില്ലാതാകും, ആത്മവിശ്വാസം വരും. നിങ്ങൾ ചക്രവ്യൂഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കൂ. നിങ്ങൾ സ്വയം ഹിന്ദു എന്ന് പറയുന്നു, പക്ഷെ ഞങ്ങൾ ഹിന്ദു മതത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് രാഹുൽ പറയും. വീണ്ടും സഭയിൽ ഭയങ്കര ബഹളമാണ്. രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് ഭയങ്കര ബഹളം വെക്കുകയും കച്ചറ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വിശ്വകർമ്മ വിഭാഗത്തിലുള്ള ഒരാളോടൊപ്പം 6 മണിക്കൂർ പണിയെടുത്തതിന് ശേഷം ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്നത് എപ്പോഴാണ്?
രാഹുൽജി, ഞാൻ മേശയുണ്ടാക്കി, അത് വിൽപ്പനയ്ക്ക് വെക്കുന്ന കടയിൽ എനിക്ക് കയറാനാവില്ലെന്നാണ് അയാൾ പറഞ്ഞത്. നിങ്ങൾ ഉണ്ടാക്കിയ ഈ ചക്രവ്യൂഹം കൊണ്ട് കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേദന ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ ഈ ചക്രവ്യൂഹം തകർക്കും. കർഷകർക്ക് വേണ്ട ലീഗൽ ഗ്യാരണ്ടി MSP ഞങ്ങൾ ഈ സഭയിൽ പാസ്സാക്കിയെടുക്കും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജാതി സെൻസസ് ഞങ്ങൾ ഈ സഭയിൽ പാസ്സാക്കിയെടുക്കും. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചില്ലുകൊട്ടാരങ്ങൾ, ഈ ചക്രവ്യൂഹങ്ങളൊക്കെ ശക്തിയോടെ ഒറ്റക്കെട്ടായി ഞങ്ങൾ തകർക്കും. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗം അവസാനിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ നിരവധി തവണയാണ് സ്പീക്കറൊക്കെ ഇടപെട്ട് ഈ പ്രശ്നം നടന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ സഭയിൽ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇവർ ഭയങ്കര പ്രീ പ്ലാൻഡ് ആണ്, ചില കാര്യങ്ങൾ പറയാൻ സമ്മതിക്കില്ല എന്നുള്ള പോലെ ഇടപെട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കും. അപ്പോൾ സ്പീക്കർ ഓം ബിർള ആദ്യമായിട്ട് ഇടപെട്ടത് ഓർമ്മയുണ്ട്. ആ 6 പേര്, അദാനിയുടെയും അംബാനിയുടെയും പേര് പറഞ്ഞപ്പോൾ, ചക്രവ്യൂഹം നിയന്ത്രിക്കുന്ന 6 പേരുടെ പേര് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ഇടപെട്ടത്. പിന്നീട് ഹലുവയുടെ ചിത്രം ഉയർത്തി കാണിച്ചപ്പോൾ പിന്നീട് ഇടപെട്ടു. കർഷകരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇടപെട്ടു. 3 കുത്തക ശക്തികൾ ചക്രവ്യൂഹം പിടിച്ചടക്കി അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇടപെട്ടു. എല്ലാ സമയത്തും ഹിന്ദുക്കളെ കുറിച്ച് പറയുമ്പോൾ ഇടപെടുന്നുണ്ട്. മൊത്തത്തിൽ ഇവർക്ക് ഭയങ്കര അസ്വസ്ഥതയും ടെൻഷനുമാണ്. ഇവർ രാഹുൽ ഗാന്ധിയെ സത്യത്തിൽ സംസാരിക്കാൻ തന്നെ സമ്മതിക്കുന്നില്ല. ഈ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് സ്പീക്കറോട് പറയുന്നുണ്ട്, സാർ എനിക്ക് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാൻ ഉണ്ടെന്ന് പറയണം. ഒരു പ്രസംഗത്തിന്റെ ഒരു സ്പീഡിൽ അങ്ങനെ രസത്തിൽ പറഞ്ഞു പോവുക. അപ്പം തന്നെ സ്പീക്കർ വേഗത്തിൽ പറയാ, എന്നോടൊന്നും ചോദിക്കാൻ പറ്റില്ല എന്ന്. സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് ഭയങ്കര ചിരിച്ചു മണ്ണുക. അപ്പം ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ചിരി വന്നു, ചിലപ്പോൾ സങ്കടം വന്നു, ചിലപ്പോൾ ദേഷ്യം വന്നു, ചിലപ്പോൾ പ്രവർത്തിക്കാനുള്ള ഊർജം വന്നു. ചിലപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഈ ചക്രവ്യൂഹം ഭേദിച്ചു കയറി ഈ ചക്രവ്യൂഹം തകർത്ത് ഇന്ത്യയെ രക്ഷിക്കണമെന്നും ഇന്ത്യയെ ജനാധിപത്യത്തിലേക്ക് നയിക്കണമെന്നും ഭയങ്കര ആവേശം തോന്നി. എന്ത് രസമായിട്ടാണ്, അതിനൊപ്പം എത്ര പവർഫുൾ ആയിട്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. നമുക്ക് ശരിക്കും അഭിമാനിക്കാം. നമുക്ക് നല്ലൊരു പ്രധാനമന്ത്രി ഇല്ലെങ്കിലും നല്ലൊരു പ്രതിപക്ഷ നേതാവുണ്ട്. ലോകത്തിന് കാണിച്ചു കൊടുത്ത് നമുക്ക് അഭിമാനിക്കാൻ തക്ക ഉശിരുള്ള പ്രതിപക്ഷ നേതാവുണ്ട്.